1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. ജനവിരുദ്ധ വന നിയമ ഭേദഗതിക്കെതിരെ PV അൻവർ MLA നയിക്കുന്ന വയനാട് പാർലമെന്റ് മണ്ഡലം ജനകീയ യാത്രയ്ക്ക് നാളെ വയനാട് പനമരത്ത് തുടക്കമാകും. ജനുവരി 3 വൈകുന്നേരം 6:30 പനമരത്ത് യാത്രയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പൊതുസമ്മേളനം നടത്തി. 4 രാവിലെ പനമരത്ത് നിന്നും ആരംഭിക്കുന്ന ജനകീയ യാത്ര കൽപ്പറ്റ, മാനന്തവാടി, സുൽത്താൻ ബത്തേരി ചുറ്റി കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയിൽ സമാപിക്കും. 5 രാവിലെ ഏറനാട് മണ്ഡലത്തിലെ ചാത്തല്ലൂരിൽ നിന്നും ആരംഭിച്ച മമ്പാട്, വണ്ടൂർ, അമരമ്പലം, കരുളായി, മൂത്തേടം, പോത്തുകൽ, വഴിക്കടവ് വഴി ചുറ്റി എടക്കര ബസ് സ്റ്റാൻഡിൽ സമാപിക്കുമെന്ന് PV അൻവർ MLA പറഞ്ഞു. സമാപന സമ്മേളനം ET മുഹമ്മദ് ബഷീർ MP ഉദ്ഘാടനം ചെയ്യും. വന്യമൃഗശല്യം മൂലം ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ കഴിയുന്ന ജനങ്ങളെ വീണ്ടും ദ്രോഹിക്കുന്നതാണ് വനം ഭേദഗതി ബില്ലെന്ന് MLA പറഞ്ഞു. ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സാഹചര്യം കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ സൃഷ്ടിക്കും. അതിനോടൊപ്പം തന്നെ ഒട്ടനവധി ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടിരുന്ന ഫൈനുകൾ, 1000 രൂപ ഫൈൻ ഉണ്ടായിരുന്നത് 5000-ഉം, 5000 ഉണ്ടായിരുന്നത് 25,000-ഉം, 25,000 ഉണ്ടായിരുന്നത് 2.5 ലക്ഷമാക്കി 5 ഇരട്ടിയോളം ഈ ഫീസുകൾ, ഫൈനുകളും ഉയർത്തിയിരിക്കുകയാണ്. ഇതും അതിലും വലിയൊരു പ്രയാസത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോവുകയാണ്. വലിയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ അഴിമതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. പോലീസിനെക്കാളും ജനങ്ങൾക്ക് ഭയപ്പെടേണ്ട ഉദ്യോഗസ്ഥന്മാരായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ മാറുകയും ഈ വന്യമൃഗങ്ങൾ ഈ രീതിയിൽ മനുഷ്യരെ ആക്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യർക്ക് പ്രതികരിക്കാൻ കൂടി കഴിയാതെ നിസ്സഹായരായി വാതിലടച്ച് വീട്ടിലിരിക്കുന്ന ഗതികേടിലേക്ക് കേരളം എത്തും. അതുകൊണ്ട് എല്ലാ നിലക്കും എതിർക്കപ്പെടേണ്ട ഒരു നിയമ ഭേദഗതി ബില്ലാണിത്. ഒരു കാരണവശാലും അത് കേരളത്തിന്റെ നിയമസഭയിൽ അവതരിപ്പിക്കാൻ പോലും കേരളത്തിലെ സർക്കാർ തയ്യാറാവരുത്. അതിനെ അതിശക്തമായി എതിർക്കേണ്ടതുണ്ട്. പ്രതിപക്ഷം ആ അർത്ഥത്തിൽ തന്നെ ഈ വിഷയം ഏറ്റെടുക്കേണ്ടതുണ്ട്. അതാണ് പൊതുവായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ജനവിരുദ്ധ ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട മുഖ്യമന്ത്രി, വനമന്ത്രി എന്നിവർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. 17 ആരംഭിക്കുന്ന നിയമസമ്മേളനത്തിൽ ഈ ബിൽ അവതരിപ്പിക്കാൻ പാടില്ലെന്നും MLA പറഞ്ഞു. വനഭേദഗതി ബിൽ പാസായാൽ കുടിവെള്ളം റേഷൻ കടയിൽ നിന്നും വാങ്ങേണ്ട അവസ്ഥ വരും. ജനങ്ങളെ അണിനിരത്തി ജനവിരുദ്ധ ബില്ലിനെ പ്രതിരോധിക്കുന്നതിനാണ് ജനകീയ യാത്രയെന്നും PV അൻവർ നിലമ്പൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth and stitching. Pandikad Road, Vandoor.